Hi dear friends, Assalamualaikum. Namaskaram. അപ്പം നോമ്പൊക്കെ വരെയായി. അപ്പം നിങ്ങളും ക്ലീനിങ് വീഡിയോ ഒക്കെ പ്രതീക്ഷിച്ചായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പം ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ക്ലീനിങ് വീഡിയോ എന്ന് പറയുമ്പം ഞാനൊരു കബോർഡ് ക്ലീനിങ് ആണ് ഇന്ന് കാണിക്കുന്നത്. കബോർഡ് എന്ന് പറയുമ്പോൾ അതും നമ്മളുടെ പ്ലേറ്റും ഗ്ലാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു കബോർഡാണ്. ഈ ഒരു കബോർഡാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. കൂട്ടത്തിൽ നമ്മളുടെ പാത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെയൊക്കെ കളക്ഷൻസൊക്കെ നിങ്ങളെ കാണിക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കബോർഡിൽ നിന്നുള്ള എല്ലാ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ മെൻ്റലിസ്റ്റ് ആദ്യമേ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, നല്ലോണം പൊടിയായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നോമ്പിനാണ് ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നല്ലോണം തന്നെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ പുറത്തെടുത്തതിന് ശേഷം കബോർഡും നല്ലോണം തുടയ്ക്കണം. അതുപോലെ തന്നെ പ്ലേറ്റുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കും വേണം. ഇപ്പോൾ കുറേ പേര് ഡീപ്പ് ക്ലീനിങ് വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജും കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്തവണ ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ തവണയും നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ മതിയല്ലോ, സെയിം ആ ഒരു വേ തന്നെയാണ് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. അപ്പം അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഐക്കടായിട്ടായിട്ടൊക്കെ കൊടുക്കുക. നിങ്ങൾ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഇത്രയും പ്ലേറ്റുകളും ഗ്ലാസ്സുകളൊക്കെ ഒരു സൈഡിലുള്ള കബോർഡിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇതാ ഈ ഒരു സൈഡത്തെയും കബോർഡും ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡത്തെ കഴിഞ്ഞതിന് ശേഷം അതിനുള്ളിലുള്ള എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ്. പക്ഷേ ഈ കബോർഡൊക്കെ ഒന്ന് തുടച്ചെടുക്കുമ്പോഴേക്കും ഞാനൊന്ന് പ്ലേറ്റൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ സോപ്പ് യൂസ് ചെയ്തത് കഴുകിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇത് വെള്ളം കാണിച്ചിട്ടൊന്ന് കഴുകിയെടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന പ്ലേറ്റുകളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും കഴുകിയെടുത്തത് ഇനിയൊന്ന് തുടച്ചെടുക്കണം. ഈ പ്ലേറ്റുകളും അധികം ഗ്ലാസ്സുകളും ഒക്കെ 10-15 വർഷത്തോളമായിട്ട് ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഇവിടുത്തെ അസ്കർ ഖാൻ്റെ ബ്രദേഴ്സൊക്കെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്നതും ഒക്കെയാണ്. പിന്നെ ഞങ്ങളും ചിലതൊക്കെ ദുബായി പോകുമ്പോഴും അതുപോലെ തന്നെ ഉമ്മയപ്പൊക്കെ സൗദിയിൽ നിന്ന് പോയപ്പോഴൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് വാങ്ങൽ കുറവാണ്. ഇത് ഷെയിൻ്റെ ചെറിയ മോനാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും പണികളൊക്കെ കൊടുക്കുന്നത്. അപ്പം അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അവനിതാ പ്ലേറ്റുകളൊക്കെ കഴുകിയതൊക്കെ അപ്പുറത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുകയാണ്. കബോർഡൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് തുടച്ചെടുത്ത പ്ലേറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റാൻഡിൽ പ്ലേറ്റുകളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും വലിയ പണിയായിട്ട് തോന്നിട്ട്. നമുക്ക് ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല, അങ്ങനെ വെച്ചാൽ ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും. എന്തായാലും ഞാൻ ഒരു തരത്തിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റുകളൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്, സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള കുറച്ച് ബൗൾസാണ്. അതും ഈ ഒരു ഇവിടെ നിൽക്കട്ടെ വിചാരിച്ചു, മാച്ചിങ് ആയിട്ട് വയലറ്റ് കളറിൽ
അതിന് മാച്ചിങ് ആയിട്ടുള്ളതാണല്ലോ. പിന്നെ ഇതാ ആ പ്ലേറ്റ് സെറ്റിന് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ബൗൾസും കൂടെ ഉണ്ട്. പിന്നെ ഈ ടീ പോട്ടും അതുപോലെ തന്നെ ഗ്ലാസ്സൊക്കെ നമ്മൾ ദുബായിൽ പോയപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ മലപ്പുറത്ത് നിന്ന് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഈ സ്റ്റാൻഡ്. അതിലും കുറച്ച് ബൗളും അതുപോലെ തന്നെ ട്രേയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡ് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ വെക്കാം. ഈ ഒരു ബൗള് ഇത്തവണ കൊണ്ടുവന്ന കേട്ടോ, ഇത് രണ്ടും. ഇതിൻ്റെ ബാക്കിലുള്ളത് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതായിരുന്നു. അപ്പം അതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മഗ്ഗും കൂടെ അതിനിടയിൽ വെക്കാമെന്ന് തോന്നിയത്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ ഫൈനലി ഇതുപോലെയാണ്. ഈ ഒരു ജഗ് കണ്ടോ, ഇതിനടിയിലൊരു കളർ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേണിൽ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ഗ്ലാസ്സുകളുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സാണ് അതിനടിയിൽ വരുന്നത്. ഈ ഒരു സെറ്റ് ഉമ്മയും സൗദിയിൽ പോയപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. ഇത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് തന്നതായിരുന്നു. നെഹ്നാസ് വേൾഡിലെ നെഹ്ന തന്നതായിരുന്നു. ഈ ഒരു വൈറ്റ് ഗ്ലാസും അതുപോലെ തന്നെ ആ ഒരു ട്രേയും. ഇതും ഒരു സബ്സ്ക്രൈബർ നമ്മളുടെ മീറ്റപ്പിൻ്റെ സമയത്ത് തന്നൊരു ഗ്ലാസിൻ്റെ സെറ്റാണ് കേട്ടോ. ആ ഒരു ഹാൻഡിലൊക്കെ വരുന്ന ആ ഒരു ഗ്ലാസ്. ബാക്കിൽ ഞാനിപ്പോൾ അറേഞ്ച് ചെയ്യുന്നതൊക്കെ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയായിരുന്നു. പിന്നെ ഇത് ഐസ്ക്രീം ബൗൾ. ഇത് പിന്നെ ഞാൻ നിങ്ങൾ പുഡിങ്ങും ബസ്ബോസൊക്കെ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കുനാഫയൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഡിഫറെൻറ്റ് സൈസിലുള്ള സെയിം പാറ്റേണിലുള്ള 3 പ്ലേറ്റുകളാണ്. ഇതും സൗദിയിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഒരു കറിയുടെ ബൗള്. പിന്നെ ഇത് 2 ഓവൽ ഷേപ്പിലുള്ള പുഡിംഗ് ട്രേ ആണ്. അത് നമ്മൾ ദുബായിൽ പോയപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. ഇതൊരു സ്ക്വയറിലുള്ള പുഡിംഗ് ട്രേ. അത് നമ്മളിവിടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ചിലതൊക്കെ ഓർമ്മയുണ്ട്, ചിലതൊന്നും ഓർമ്മയില്ല കേട്ടോ, ഇവിടുന്ന് വാങ്ങിച്ചതാന്നുള്ളതൊന്നും. ഇത് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതൊരു സെർവിങ് പോട്ട്. ഇതൊരു സെർവിങ് പോട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു സെർവിങ് പോട്ടാണ്, സെറാമിക്കിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെർവിങ് പോട്ടാണ്. അപ്പോൾ ഇതും സൗദിയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതായിരുന്നു. ഇതും സെറാമിക്കിൻ്റെ ഒരു മഗ്ഗിൻ്റെ സെറ്റാണ്. ഇത് ലുമിനാർക്കിൻ്റെ ബ്ലാക്ക് കളർ പ്ലേറ്റ്. ഇത് നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള വേറൊരു ബൗള്. പിന്നെ ഇതാ ആപ്പിൾ ഷേപ്പിൽ വേറെ കളറിലുള്ള കുറച്ച് ബൗൾസ്.
അതും ഇവിടെ വെക്കുകയാണ്. പിന്നെ ഇതാ ബ്രിഞ്ചോളിൻ്റെ ഷേപ്പിലുള്ള വഴുതനങ്ങല്ലേ അതിൻ്റെ ഷേപ്പിലുള്ള കുറച്ച് ബൗൾസാണിത്. ഇതൊക്കെ സൗദിയിൽ നിന്ന് ഇവർ കാക്കാറ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. സ്ക്വയറിലുള്ള 2 ട്രേ. ഇത് ലൂമിനാർക്കിൻ്റെ ജഗ്ഗും അതുപോലെ തന്നെ അതിൻ്റെ സെറ്റായി വരുന്ന ഗ്ലാസ്സുകളുമാണ്. ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ വെച്ചിട്ടുള്ളത് നമുക്ക് ജ്വല്ലറിയിലും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഗിഫ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ഗ്ലാസ്സൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടുമല്ലോ, അങ്ങനത്തെയാണ്. അപ്പോൾ അത് ഫ്രണ്ടിലേക്ക് അല്ലാതെ ബാക്കിലേക്ക് ആക്കിയിട്ട് അങ്ങനെ വെച്ചതാണ്. ഈ ബ്ലൂ കളർ ജ്യൂസ് ജാർ നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഈ ഒരു ബൗള് നമ്മൾ ഇവിടെ മലപ്പുറത്ത് തന്നെ MSPയിൽ ഒരു എക്സ്പോ ഉണ്ടായപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസിൻ്റെ സെറ്റ് ഷെസിൻ്റെയൊക്കെ സ്കൂളിൽ നിന്ന് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ KG കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡാൻസിന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു സന്തോഷത്തിൽ തന്നതായിരുന്നു. ഇനി ഈ സൈഡിലുള്ള ഷോക്കേസും കൂടെ ഒന്ന് തുടച്ച് ക്ലീനാക്കി അതിലേക്ക് പ്ലേറ്റുകളൊക്കെ വെക്കാം. നമ്മളുടെ ഹെൽപ്പർ നാവിദ ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഷെയിൻ്റെ മോന്, അവന് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും പണികൾ ചെയ്യുന്നത്. അപ്പോൾ അവനിങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഇവിടെ ഒരു ടീം ഇവിടെ സ്റ്റൂള് ക്ലീൻ ചെയ്യുകയാണ്. സ്റ്റൂള് നല്ലോണം ഉരച്ച് ചളിയൊക്കെ കളയുകയാണ്. ഭയങ്കര എല്ലാവരും കുളിച്ചൊക്കെ വന്നതാണ്, എന്നിട്ട് ഫുൾ അതിൽ പണിയെടുത്ത് നിൽക്കുക. അപ്പം അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം കോഴിക്കോട് വെച്ചിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു പാർട്ടി ഉണ്ട് നമുക്ക്. അപ്പോൾ അതിനും പോകാനുണ്ട്. എനിക്കും ഓസ്കർക്കാർക്കും മക്കൾക്കുമാണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് പോകാനും ഉണ്ട്. അപ്പം വേഗത്തിൽ ഇതൊക്കെ ഒന്ന് കഴിക്കണം. അപ്പോൾ ഈ 2 കബോർഡ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഇങ്ങനെയാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കബോർഡിൻ്റെ മുകളിലൊക്കെ പൊടി തട്ടാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ പ്ലേറ്റുകൾ മാത്രം അറേഞ്ച് ചെയ്യുന്നതും അതിൻ്റെ ആ ഒരു കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മാത്രം ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കുന്ന പ്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെയൊക്കെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ അടിയിലെ തട്ടിൽ കുറച്ചൊക്കെ സ്റ്റീൽ പ്ലേറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മുന്നേ ക്ലീൻ ചെയ്തതായിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം. ഇതിലും കുറേ ജഗ്ഗുകളും അതൊക്കെ വെച്ചിട്ടുണ്ട്, ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും ഡീറ്റെയിൽഡായിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി നിന്നില്ല. ഫൈനൽ ആയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനടിയിലാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സ്റ്റീൽ പ്ലേറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഫൈബറിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ചൊക്കെ നമ്മൾ യൂസ് ചെയ്ത് പഴങ്ങിയതാണിത്. അപ്പോൾ അത് അടിയത്തെ തട്ടിലേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് മുന്നേ ക്ലീൻ ചെയ്തതായിരുന്നു. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും മെൻ്റലിസ്റ്റ് ആദിയുടെ ഒരു പ്രോഗ്രാം 11th ഈ വരുന്ന 11th 11ാം തീയതി കോഴിക്കോട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രീ ഷോ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളേക്ക് അതിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്കാണ് പോകുന്നത്. നീര എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു പാർട്ടി. ചെറിയൊരു ചിറ്റ് ചാറ്റ് പോലെ.
അപ്പോൾ എൻ്റെ ബ്രദറും ഫെമി ഉണ്ടായിരുന്നു കേട്ടോ, ഷെജിക്കാക്കയും ഫെമിയും ഉണ്ടായിരുന്നു പ്രോഗ്രാമിന്. അവരും ഇൻവൈറ്റ് ചെയ്തത് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു 5:30 ആയിട്ടുണ്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ നമ്മളവിടെ ഹാളിലെത്തി. അപ്പോൾ ആദ്യം എത്തിയിട്ടില്ല, വേറെയും കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമേ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ ആദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്റർ പ്രോഗ്രാംസൊക്കെ കോവിഡ് കാരണമൊക്കെ നിർത്തിവെച്ചതായിരുന്നു. ഇപ്പോൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പാലക്കാട് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ കോഴിക്കോടാണ് വരുന്നത്. കോഴിക്കോട് ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു തിയേറ്റർ ഷോ വരുന്നത്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പോകണമെന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ഷോ പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ 11-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻസിലും കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ വേണ്ടവർക്ക് ആ ഒരു ഷോയിലേക്ക് വരാം കേട്ടോ. അപ്പം അതിൻ്റെ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ള നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറിയതാണ്, ഓപ്പൺ സ്പേസിൽ കയറിയതാണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസാണ് അവിടെ. അപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും പോയതല്ല. ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ക്ലിപ്പിക്സൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഷെസിന് എടുത്തതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ക്ലിപ്പായിട്ട് ഇതിൽ ആഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ അവരുടെ ഷോയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പാർട്ടിക്കും കൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.